يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار മഹത്തായ ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരങ്ങളുടെ ഫർദ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്തുൽ അസ്ർ നിർവഹിച്ചതിന്റെ ശേഷം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നോമ്പുകാര് ആ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്ന സഹോദരങ്ങളോട് ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് ദീനിലും ദുനിയാവിലും കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം അതിന് നന്ദിയുള്ള അടിമകളായിരിക്കണം. നാം നന്ദി ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അല്ലാഹു നിലനിർത്തി തരും. അല്ലാഹു അതിലേറെ കൂട്ടിത്തര എന്ന വാഗ്ദാനം അവൻ പാലിക്കുകയും ചെയ്യും. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും അനുഗ്രഹങ്ങൾ ദീനിലും ദുനിയാവിലുമുണ്ട്. വലഇൻ കഫർതും. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കെട്ടവരാണെങ്കിൽ ദീനിലുള്ള നിഅമത്തുകൾക്കാണെങ്കിലും ദുനിയാവിലുള്ള നിഅമത്തുകൾക്കാണെങ്കിലും നന്ദി കെട്ട അടിമകളായി നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്. നിശ്ചയമെന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. നമ്മുടെ കൗശലങ്ങൾക്കോ നമ്മുടെ തന്ത്രങ്ങൾക്കോ നമ്മുടെ യുക്തികൾക്കോ നാം പ്രതീക്ഷിക്കുന്ന ഭൗതികമായ ഏതെങ്കിലും സാഹചര്യങ്ങൾക്കോ നമുക്ക് സംരക്ഷണം നൽകാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നമ്മുടെ ദോഷങ്ങൾ പാപങ്ങൾ പൊറുക്കുന്നവരാണ്. ഗാഫിറുദ് ദംബാണ് അല്ലാഹു. അതേപോലെ തന്നെ ഖാബിലുത് തൗബ്. അടിമ സ്വാഭാവികമായിട്ട് മനുഷ്യരാകുമ്പോൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ നിസ്സഹായതകൾ കാരണം മനുഷ്യർക്ക് തെറ്റുകളും പാപങ്ങളും കുറവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്ന പശ്ചാത്തപിച്ച് ചെല്ലുന്ന തൗബ ചെയ്യുന്ന അടിമകളുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുന്നവനാണ്. ഖാബിലുത് തൗബാണ് അള്ളാഹു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പൊറുക്കുന്നവനും തൗബയെ സ്വീകരിക്കുന്നവനും മാത്രമല്ല, ശദീദുൽ ഇഖാബ്. അതികഠിനമായ ശിക്ഷ ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു. അവനെ വെറുപ്പിച്ചാൽ, അള്ളാഹുവിന്റെ വെറുപ്പിന് വിധേയരായാൽ, അള്ളാഹുവിന്റെ ശാപകോപത്തിന്റെ അടിമകളായി മാറിയാൽ അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ പിടികൂടും. എത്രയോ ആളുകളെ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച ചരിത്രങ്ങൾ നമുക്ക് പലപ്പോഴും കേട്ടതായിരിക്കും, അറിയുന്നത്. കഅബ ഷരീഫിന്റെ പരിസരത്തുണ്ടായിരുന്ന ഖുറൈശികൾ മനുഷ്യ സമൂഹങ്ങൾ മുഴുവൻ അവരെ ആദരവിന്റെ കണ്ണോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം കഅബ ഷരീഫിന്റെ ആളുകളാണ്, ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ തൗഹീദിന്റെ ദഅവത്തുമായി പ്രവാചകന്റെ സുന്നത്തുമായി അവരെ സമീപിച്ചപ്പോൾ ധിക്കാരികളായി പുറംതിരിഞ്ഞപ്പോൾ ബദ്ർ യുദ്ധത്തിൽ വെച്ച് ഇതുപോലത്തെ റമദാൻ മാസം അതിന്റെ 17ാമത്തെ ദിവസത്തിൽ ബദ്ർ യുദ്ധത്തിൽ വെച്ച് മക്കയിലുണ്ടായിരുന്ന പ്രമുഖരും പ്രമാണിമാരുമായി നടന്നിരുന്ന ആളുകളെ പിടികൂടി അല്ലാഹു. 70ഓളം ആളുകളെ ബദ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു. 10-70ഓളം ആളുകൾ പ്രമുഖരും പ്രശസ്തരുമായ ആളുകളെ തടവുകാരായി കയറുകൾ കൊണ്ട് കയ്യും കാലും കെട്ടിവരിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലും സഹാബികളും. അല്ലാഹുവിനോട് ധിക്കരിക്കുന്ന ആളുകൾ അവന്റെ കണ്ണിൽ ഒരിക്കലും പ്രതാപരാവുകയില്ല, ആദരണീയരാവുകയില്ല എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മോട് തെറ്റുകളും കുറ്റങ്ങളും വന്ന നമ്മോട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ചെല്ലാൻ പല ആയാത്തുകളിൽ കൂടെ അവൻ പ്രേരിപ്പിക്കുന്നു. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ.
സത്യവിശ്വാസികളെ, നിങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് നിങ്ങൾക്ക് അങ്ങനെയാവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തൂബൂ ഇലല്ലാഹി ജമീഅൻ, നിങ്ങൾ മുഴുവനും പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും അള്ളാഹുവിലേക്ക് സകല സമയത്തും തൗബ ചെയ്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു യഗ്ഫിറുദ് ദുനൂബ ജമീഅൻ, എല്ലാ പാപങ്ങളും പുറത്തു തരാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അള്ളാഹുവിന്റെ കൂടെ മറ്റ് ആരാധ്യരുണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാകുന്ന പാപമാകുന്ന ശിർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ മുഅ്മിനീങ്ങളായ സഹാബത്തിനോടും യുദ്ധം ചെയ്യാൻ നേതൃത്വം കൊടുത്തിരുന്ന മുശ്രിക്കുകളാണെങ്കിൽ, എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്നഹു യഗ്ഫിറുദ് ദുനൂബ ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സകല പാപങ്ങളും അവന് പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ കൂടെ പറഞ്ഞു, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിശ്ചയം അള്ളാഹുവിന്റെ പിടുത്തം അത് അതികഠിനമായതായിരിക്കും, ശക്തമായിരിക്കും. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, അള്ളാഹുവാണ് ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചത്. നാം ആരും ഇവിടെ ഇല്ലായിരുന്നു, നമുക്കാർക്കും അതിലൊരു കൈകടത്തിലില്ല. താൻ ഈ ലോകത്ത് കൊണ്ടുവന്നത് അവനാണ്. അങ്ങനെ മരണപ്പെട്ടതിന്റെ ശേഷം പിന്നീട് ഈ ലോകത്ത് മരിച്ചു പിരിഞ്ഞു പോയ ആളുകൾ എന്ത് തന്നെയാണെങ്കിലും, മണ്ണായി പോയവരാണെങ്കിലും, കത്തിച്ച് കരിക്കപ്പെട്ട് വെണ്ണീറായി പോയവരാണെങ്കിലും, വെള്ളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും അത് ലയിച്ചു പോയവരാണെങ്കിലും, ആരാണെങ്കിലും, ഇന്നഹു യുബ്ദിഉ വ യുഈദ്, പിന്നീട് അവൻ ഈ പറയുന്ന നമ്മളെ എല്ലാവരെയും ഖിയാമത്ത് നാളിൽ പുനർജീവിക്കുകയും ചെയ്യും. വഹുവൽ ഗഫൂറുൽ വദൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അവന്റെ അടിമകളുടെ പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ്. അവന്റെ അടിമകളോട് അവന് വല്ലാത്ത ദയയും ആർദ്രതയും ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അടിമകളോട് അള്ളാഹുവിന് അതിന് മാത്രം ദയയുള്ളവനാകും. ഈ ആയത്തിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർ താക്കീത് നൽകുകയാണ്. അള്ളാഹുവിന്റെ പിടുത്തം അതിശക്തമായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുന്ന അടിമകളെ, അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ സ്വീകരിക്കുക എന്നുള്ള വാഗ്ദാനം, അവർക്ക് പ്രതീക്ഷയുടെ കവാടങ്ങൾ അവരുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന് കൊടുക്കുകയും ചെയ്യുകയാണ്. പല ആയത്തുകളിൽ കൂടെ ഇതുപോലത്തെ അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, ഒരു ഭാഗത്തിൽ കൂടെ എന്നാരും റെക്കോർഡ് ചെയ്യരുത്, ഫോട്ടോ എടുക്കരുതേ, ഇത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ചുകൂടി സദസ്സിൽ മുന്നോട്ട് വന്നിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നിരിക്കാൻ ചെയ്യും. ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ എമ്മിന്റെ സദസ്സിൽ അടുത്ത് വന്നിരിക്കുക, അത് അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഫോട്ടോ എടുക്കൽ പിന്നെ ഇതാർക്കും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കും അവർ, ഇൻഷാ അല്ലാഹ്. ചെയ്യൂലേ നിങ്ങൾ? ആരാണ് ഇതിന്റെ ഭാരവാഹികൾ? ചെയ്യൂലേ? താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ കേൾക്കി, ഉപകാരമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ഇതുപോലെ പല ആയാത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തിൽ കൂടെ താക്കീത് നൽകുന്നു. അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ആളുകൾ, പശ്ചാത്തപിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ ചെന്നുകൊണ്ട് കണ്ണീരും കയ്യുമായി ചെല്ലുന്ന ആളുകളെ സ്വീകരിക്കാം, പശ്ചാത്താപം സ്വീകരിക്കാം, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ സ്വീകരിക്കാനും തയ്യാറാകും. സഹോദരന്മാർ, എന്നോട് ഇവിടെ വെച്ച് പറയാൻ വേണ്ടി പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറും, അതുമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനാണ്. തൗബ, ഇസ്തിഗ്ഫാർ, നമ്മൾ പലപ്പോഴും കേട്ട വാക്കാണ് തൗബ. നമ്മൾ പലപ്പോഴും കേട്ടതും പലപ്പോഴും പറയുന്ന വാക്കാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലൈഹി, ഇത് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് അർറുജൂ അനിൽ ദംബി, പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുക. തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോകുന്ന ആള് അത് നിർത്തിവെച്ച് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കും. വന്നദമു അലൈഹി, പറ്റിപ്പോയ തെറ്റുകളിൽ ഖേദവും കുറ്റബോധവും ഉണ്ടാകും. ഇതാണ് തൗബ. നമ്മുടെ ഹൃദയത്തിലാണ് ആ പറയുന്ന കാര്യങ്ങൾ അനുഭവപ്പെടുന്നത്. വൽതിസാമു ത്വാഅ, അള്ളാഹുവിനുള്ള ത്വാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അവനനുസരിച്ചുകൊണ്ട് അവന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകും. അതാണ് തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തലബുൽ മഗ്ഫിറ, മഗ്ഫിറത്ത് തേടുക എന്നുള്ളതാണ്. മഗ്ഫിറത്ത് തേടുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം?
ഞാൻ എൻ്റെ അടുത്ത് വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ അതിൻ്റെ പേരിൽ ആളുകളുടെ ഇടയിലിട്ട് എന്നെ നീ അവഹേളിക്ക്, അതിൻ്റെ പേരിൽ നീ എന്നെ പിടികൂടി ചെയ്യരുതേ, അത് മറച്ചു വെക്കണം. അതേപോലെ പരലോകത്ത് അതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്. ഈ ലോകത്തും പരലോകത്തും പറ്റിപ്പോയി, തെറ്റ് ഞാൻ ചെയ്തു പോയി, എൻ്റെ ബലഹീനത കൊണ്ട്, എൻ്റെ വിഡ്ഢിത്തരം കൊണ്ട്, എൻ്റെ നിസ്സഹായത കൊണ്ട്, എൻ്റെ സാഹചര്യം കൊണ്ട്, ഏതാണെങ്കിൽ പറ്റിപ്പോയി അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് ഈ ലോകത്തും പരലോകത്തും അതിൻ്റെ പേരിൽ നീ എന്നെ പിടികൂടരുത് അല്ലാഹുവേ. ഇതാണ് തൗബ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന രണ്ട് വാക്കും ഖുർആനിൽ കൂടെ ഹദീസുകൾ കൂടെ പലപ്പോഴും ഒപ്പം കൂടെ വരുന്ന രണ്ട് വാക്കുകളാണ്. കൂടെ വരുന്ന വാക്കുകൾ പ്രവാചകന്മാർ അവരുടെ സൂറത്ത് ഹൂദിൽ പ്രവാചകന്മാർ, ഹൂദ് നബിയാണെങ്കിലും സാലിഹ് നബിയാണെങ്കിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിലും ഈ പ്രവാചകന്മാരൊക്കെ അവരുടെ ജനങ്ങളോട് വന്ന് പറഞ്ഞ ആ ദഅവത്തിന്റെ രീതികൾ, ആ വാക്കുകൾ അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നു. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും. രണ്ടും ഒരേ സമയത്താണ്, ഒപ്പാണത്. അതേപോലെ തന്നെ യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, എൻ്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നേറുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഇസ്തിഗ്ഫാറും തൗബയും ഒപ്പാ പറഞ്ഞു. വല്ലാഹി അല്ലാഹു ആകുന്ന സത്യം, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് നിശ്ചയം ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, വഅതൂബു ഇലൈഹി ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഫിൽ യൗമി അക്തറ മിൻ 70 മർറ, ഒരു ദിവസം 70 പ്രാവശ്യം. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട പരിശുദ്ധരായ വ്യക്തിത്വമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ്. ആ പ്രവാചകന്റെ കടമകൾ, അല്ലാഹുവിനോടുള്ള കടമകളും ബാധ്യതകളും കൃത്യമായി പാലിച്ച ആളാണ്. അതോടുകൂടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പറയുന്ന ഒരു ദിവസം 70 പ്രാവശ്യം ഞാൻ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നേറുന്നു എന്നുള്ളത്. വത്തൗബത്തു വൽ ഇസ്തിഗ്ഫാറു യകൂനാനി ഫി അയ്യി വഖ്ത്, എപ്പോഴാണ് തൗബയും ഇസ്തിഗ്ഫാറും വേണ്ടത് അടിമകൾക്ക്? അതിനൊരു പ്രത്യേക സമയം, ഇന്ന സമയത്തെ തൗബ, ഇന്ന സമയത്താണ് ഇസ്തിഗ്ഫാർ, അതിന് പ്രത്യേക ഒരു സമയം. വഫീ കുല്ലി മകാൻ, എവിടെ വെച്ച്, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിലാണെങ്കിലും കടയിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും അതിന് പ്രത്യേക ഒരു സ്ഥലവും. വഅലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും തൗബയും ഇസ്തിഗ്ഫാറും അടിമകളായ നമ്മൾ ഭാഗത്ത് ഉണ്ടാവണം. ഫയജിബു അലൽ മുസ്ലിമി അൻ യുബാദിറ ഇല തൗബ വയുലാസിമൽ ഇസ്തിഗ്ഫാറ ഫീ കുല്ലി ഔഖാതിഹി, ഓരോ സമയത്തും മനുഷ്യരായ നമ്മൾ അറിഞ്ഞും അറിയാതെയും ശ്രദ്ധിച്ചും ശ്രദ്ധിക്കാതെയും നമ്മൾക്ക് വീഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. കൊല്ലുബരി ആദമ ഖത്താഉൻ, ഒരാൾ പറഞ്ഞ ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും കൂടുതൽ വേണം, അത് പറയാതിരിക്കുകയാണ് വേണ്ടത്. മനുഷ്യ ആദമിന്റെ സന്താനങ്ങളൊക്കെ പാപികളാണ്, കൂടുതൽ കൂടുതൽ തെറ്റുകളും വീഴ്ചകളും പോരായ്മകളും വരുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പാപം ചെയ്യുന്ന ആളുകളിൽ ഉത്തമർ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾ. അപ്പൊ അതിന് പ്രത്യേക സമയം നോക്കേണ്ട ആവശ്യം. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മൻ ലാസമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാർ സദാസമയവും അവന്റെ നാവിൽ കൂടെ മനസ്സറിഞ്ഞ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ഇസ്തിഗ്ഫാറുമായി മുന്നേറിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ മാനസികമായ ടെൻഷനുകൾ, മനസ്സിനെ ഉത്കണ്ഠപ്പെടുത്തുന്ന അസ്വസ്ഥങ്ങൾ, അതിനൊരു ആശ്വാസം അള്ളാഹു അവന് നൽകും. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവൻ ഏതെങ്കിലും ഒരു ഇടുക്കം, അവൻ ഏതെങ്കിലും കാര്യങ്ങൾ കുടുസായി, ഒരു സ്വസ്ഥതയില്ലാത്ത വിശാലതയില്ലാത്ത അനുഭവം അവന് വന്നു എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ളൊരു വഴി അവന് നൽകും, പുറത്തു കടക്കാനുള്ള. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിൽ ആളുകൾ കൂടി തിരക്കായപ്പോൾ കപ്പൽ മുങ്ങുമെന്ന് വന്നപ്പോൾ അതിൽപ്പെട്ട ഒരാളെ പിടിച്ച് കടലിലേക്ക് തള്ളാൻ അവർ തീരുമാനമെടുത്തു. നറുക്കിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം വന്നു, രണ്ടാമത് വന്നു, മൂന്നാമത്. അങ്ങനെ അദ്ദേഹത്തിനെ കടലിലേക്ക് തള്ളി. അങ്ങനെ ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തിനെ പിടികൂടി. ആ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് അദ്ദേഹം അകപ്പെട്ടത്. ഒരു മനുഷ്യൻ ഇതിലാറെ വലിയ ഒരു ഇടുങ്ങിയ അവസ്ഥ,
ഇതിലേറെ വലിയ ഒരു വിപത്തിൽ ഒരു മനുഷ്യൻ അകപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 2-3 ഇരുട്ടുകൾ, കടലിന്റെ വെള്ളത്തിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, ഒരു സഹായത്തിനും ഒരു മറ്റുള്ള ആളുകളോട് ചോദിക്കാനോ സഹായം തേടാനോ പറ്റാത്ത നിസ്സഹായത. ആ സമയത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തൗഹീദിന്റെ വചനം, തെറ്റുപറ്റിയെന്ന് അല്ലാഹുവിലേക്ക് ഏറ്റുപറയുകയും ചെയ്തു. തെറ്റുപറ്റിയെന്ന് അല്ലാഹുവിനോട് അദ്ദേഹം ഏറ്റുപറഞ്ഞു. നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് ഇടുങ്ങി കുടുങ്ങിയ പ്രയാസകരമായ സാഹചര്യത്തിൽ ആ പ്രവാചകൻ അവിടെ വെച്ച് അള്ളാഹുവിനോട് തെറ്റിയേറ്റ് പറഞ്ഞ് ഇസ്തിഗ്ഫാറും തൗബയിലേക്കും പോയപ്പോൾ, പശ്ചാത്തലത്തിലേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് പറ്റിയ വീഴ്ചകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് അത് പറയാനും സമ്മതിക്കാനും തയ്യാറായപ്പോൾ ഫസ്തജബ്നാ ലഹു എന്ന അള്ളാഹു ഫസ്തജബ്ന, ഉടനെ നാം അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. ഉടനെ അദ്ദേഹത്തിൻ്റെ വിളിക്ക് നാം ഉത്തരം ചെയ്യും. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരാൾ ഇസ്തിഗ്ഫാർ അത് അനിവാര്യ ഇസ്തിഗ്ഫാർ അതുമായി ഒരാൾ പൂർണ്ണമായി അത് അവന്റെ നാവിൽ കൂടെ സദാസമയവും ഇസ്തിഗ്ഫാറുമായി മുന്നേറിയാൽ അവന്റെ മാനസികമായ ടെൻഷനുകൾക്ക് അല്ലാഹു ഒരു ആശ്വാസം നൽകും. അവൻ ഏതെങ്കിലും ഒരു ഇടുക്കമോ കുടുസോ അകപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹു അവന് നൽകും. വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ അല്ലാഹു അവനുള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇമാം തുർമദി, ഇമാം നസായി, ഇബ്നു മാജ പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തതാണ്. വത്തൗബത്തു വൽ ഇസ്തിഗ്ഫാർ യകൂനാനി മിൻ ജമീഇ ദുനൂബി കബീരിഹാ വസഗീരിഹാ, ഏതൊക്കെ തെറ്റുകൾക്കാണ് എന്നാൽ തൗബയും ഇസ്തിഗ്ഫാറും ആവശ്യം, അതിന് ഇന്ന തെറ്റ് എന്നുള്ളത്. ഏറ്റവും വലിയ ശിർക്ക് പോലത്തെ വലിയ തെറ്റുകൾ, ബിദ്അത്ത് പോലത്തെ അനാചാരം പോലത്തെ കാര്യങ്ങൾ, വൻ പാപങ്ങൾ, ചെറുതാണ് എന്ന് നമ്മുടെ കണ്ണിൽ തോന്നുന്ന, അതല്ലെങ്കിൽ നാം നിസാരമാണ് എന്ന് തോന്നുന്ന ഏത് തെറ്റുകളാണെങ്കിലും അതിൽ നിന്ന് മുഴുവനും പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതാണ്. അതിൽ നിന്ന് ഇന്ന തെറ്റിലേ പശ്ചാത്തപിക്കാവൂ, ഇന്നതിനും പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല എന്നില്ല. ഏത് തെറ്റുകളാണ് എന്നുണ്ട്. അബൂ ഹിലാലുൽ അസ്കരി എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ത്വലബുൽ മഗ്ഫിറത്തി, അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുകയാണ്, ദുആ ചെയ്തുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ. തൗബ എന്ന് പറഞ്ഞാൽ പറ്റിയ തെറ്റിന്റെ പേരിലുള്ള ഖേദവും ഇനി അത് ആവർത്തിക്കുകയില്ല എന്നും തൗബയുടെ ഷർത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും പറ്റിയ തെറ്റിന്റെ പേരിൽ എന്തെന്നില്ലാത്ത കുറ്റബോധവും, ഇനി ഭാവി ജീവിതത്തിൽ തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് പറയും. അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ ഒന്നെന്നെയാണോ, വ്യത്യാസമുണ്ടോ? ഏകദേശം അത് ഒന്നാണ് ആശയത്തിൽ എന്ന നിലക്കാണ് ഷെയ്ഖ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാറു യകൂനു അൻ ദംബിൻ മള, കഴിഞ്ഞു പോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നതിന് പൊറുക്കലിനെ തേടുക, അതാണ് ഇസ്തിഗ്ഫാർ. വത്തൗബതു ലിമാ യസ്തഖ്ബിൽ, ഭാവിയിൽ വരാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് തെറ്റുകളും കുറ്റങ്ങളും പറ്റരുതേ എന്ന് പറഞ്ഞ തേടലാണ് തൗബ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തൗബയും ഇസ്തിഗ്ഫാറും ഒരേ സ്ഥലത്ത് വന്നാൽ അതിന്റെ ആശയം അർത്ഥം ഇതാണ്. തൗബയും ഇസ്തിഗ്ഫാറും ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അങ്ങനെ വന്നാൽ കഴിഞ്ഞു പോയ എൻ്റെ അടുത്ത് പറ്റിയ വീഴ്ചകൾ, തെറ്റുകൾ മുഴുവനും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. വരാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ ഇനി എൻ്റെ അടുത്ത് തെറ്റുകളും പാപങ്ങളും വരാനുള്ള ഇട വരുത്തരുതേ എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ഇസ്തിഗ്ഫാർ 2 ഇനമാണ്, മുഫ്റദുൻ വ മഖ്റൂൻ ബിത്തൗബ. മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം, നമ്മളൊക്കെ ഫർദ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സലാം വീട്ടിയതിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുമ്പോൾ അവിടെ ഇസ്തിഗ്ഫാർ മാത്രമാണ് വരുന്നത്. നേരെ മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി എന്ന് പറയുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുമ്പോൾ തൗബയും ഇസ്തിഗ്ഫാറും രണ്ടും ഒപ്പം വരുന്ന ഇങ്ങനെ അവസ്ഥകളുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വചനം പറയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടി, ഇന്നഹു കാന ഗഫാറൻ, നിശ്ചയം അല്ലാഹു ധാരാളം അവന്റെ അടിമകളുടെ പാപങ്ങളെ പുറത്തു നൽകുന്നവനാകുന്നു. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അതുകൊണ്ടുള്ള നേട്ടങ്ങളും ഗുണങ്ങളും മഹാനായ പ്രവാചകൻ തന്റെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ,
ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തുടരെ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. ആവശ്യമുള്ള സമയത്ത് ആകാശത്തിൽ നിന്നുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാനും, നമുക്ക് കുളിക്കാനും, നമുക്ക് വൃത്തിയാക്കാനും, നമുക്ക് കൃഷി ചെയ്യാനും, നമ്മുടെ കാലികൾക്ക് ആവശ്യത്തിന് നൽകാനും ഒക്കെ ആവശ്യമുള്ള സാധനമാണ് മഴ. ആവശ്യമുള്ള സമയത്ത് അത് ലഭിക്കാൻ ഏറ്റവും നല്ല പരിഹാര മാർഗമായി മഹാനായ ആ പ്രവാചകൻ തന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുമായി മുന്നേറുവിൻ. ഉമർ റളിയല്ലാഹു അൻഹു മഴ തേടാൻ വേണ്ടി തന്റെ അനുചരൻ അവിടെ ഉണ്ടായിരുന്ന സഹാബത്തിനെയും കൂട്ടിയിട്ട് അദ്ദേഹം പോയ സമയത്ത് അവരോട് പറഞ്ഞത് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ അവനിൽ നിന്ന് വാങ്ങുവീൻ. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ ഇസ്തിഗ്ഫാർ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞു, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അള്ളാഹുവിനോട് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല? എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് നിങ്ങൾക്ക് അർഹതപ്പെട്ട് അത് ലഭിക്കും. നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന്. അപ്പൊ ഇതേപോലെ ഇസ്തിഗ്ഫാർ മാത്രം വന്നതുണ്ട്, തൗബയും ഇസ്തിഗ്ഫാറും അത് രണ്ടും കൂടി ഒപ്പം വന്നതുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇസ്തിഗ്ഫാർ എന്നുള്ള വാക്ക് മാത്രം വന്നാൽ ആ പറയുന്നത് കൊണ്ട് കഴിഞ്ഞു പോയും വരാൻ പോകുന്ന സമയത്തുള്ളതും മുഴുവൻ പാപങ്ങൾ, കഴിഞ്ഞു പോയത് മുഴുവൻ പുറത്തു തരണം, വരാൻ പോകുന്ന ഭാവിയിൽ എനിക്ക് നീ രക്ഷയും സുരക്ഷയും നൽകണം, തെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇസ്തിഗ്ഫാറും തൗബയും ഒരേ സ്ഥലത്ത് ഒപ്പം വരികയാണെങ്കിൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തുള്ള പാപങ്ങൾ നീ പുറത്തു തരണം ഇസ്തിഗ്ഫാർ. തൗബ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സമയത്ത് എനിക്ക് നീ രക്ഷയും സുരക്ഷയും അല്ലാഹുവേ നൽകണം, തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ എൻ്റെ അടുത്ത് വരാതിരിക്കട്ടെ. അപ്പൊ ഇവരൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് തൗബയും ഇസ്തിഗ്ഫാറും ആശയം കൊണ്ട് അർത്ഥം കൊണ്ട് ഒന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു തൗബ വേറെയാണ്, ഇസ്തിഗ്ഫാർ വേറെയാണ്, അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്, വളരെ നിസ്സാരമായ വ്യത്യാസങ്ങളാണ്. അതിനവർ പറയുന്നത് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു ദിക്റാണല്ലോ, ഒരു ദുആയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. തൗബ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധവും ഇനി തെറ്റുകൾ ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയുമാണ്. ഇസ്തിഗ്ഫാർ വേറെയാണ്, വേറെ നമ്മുടെ നാവ് കൊണ്ടാണ്, തൗബ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. അതേപോലെ പിന്നെ നമുക്ക് വേണ്ടി നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം. ഞാൻ എനിക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയും. അതേപോലെ നമ്മൾ മയ്യത്തിനൊക്കെ ദുആ ചെയ്യുന്നത് പോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ നടത്തും. തൗബ എന്ന് പറയുന്നത് ഒരു വ്യക്തി അവന് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല, നിങ്ങൾ ഇനിമേൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിക്കുക എന്നെ കൊണ്ട് കഴിയുകയില്ല. തൗബ വേറെയാണ്, ഇസ്തിഗ്ഫാർ വേറെയാണ്. ഇങ്ങനത്തെ ചെറിയ വ്യത്യാസം അത് രണ്ടും തമ്മിലുണ്ട് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ കഴിയും. ഏതാണെങ്കിലും അടിമകളായ നമ്മൾ അള്ളാഹുവിലേക്ക് നസൂഹായ കളങ്കമില്ലാത്ത സത്യസന്ധതയോടുകൂടെ തൗബ ചെയ്ത് മുന്നേറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ എത്ര വലിയതാണെങ്കിലും ആ പശ്ചാത്താപം സ്വീകരിക്കാം, അള്ളാഹു പുറത്തു തരാം എന്ന് വാഗ്ദാനം ചെയ്തതാണ്. തൗബയെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ വാജിബത്തുൻ, തൗബ നിർബന്ധമാണ്, പശ്ചാത്തപിക്കൽ നിർബന്ധമാണ് നമുക്ക്. അതിന് തെളിവ് ധാരാളം ആയത്തുകളുണ്ട്. അള്ളാഹു പറയുന്നു വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾ വിജയികളാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്തേ മതിയാകും. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എല്ലാവരും ഇന്ന ആളുകൾ എന്നും നല്ല കുറച്ച് ആളുകൾ നല്ലവർ പരിശുദ്ധരാണ് എന്നും അവർ പവിത്രരാണ് എന്നൊന്നില്ല. മനുഷ്യർക്ക് അറിഞ്ഞും അറിയാതെയും തെറ്റുകളും പാപങ്ങളും ധാരാളം വരും. അതുകൊണ്ട് തന്നെ മഹത്തായ ഈ ഇബാദത്ത് അത് നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആയത്ത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞത് പുരുഷന്മാരോടും സ്ത്രീകളോടും അവരുടെ കണ്ണുകൾ ചിമ്പണം, ഹറാമ് നോക്കരുതേ. അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, ഹറാമായ നിഷിദ്ധമായ എടുത്ത് കൊണ്ടുപോയി അതിനുപയോഗിക്കരുത്. സ്ത്രീകളോട് അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് ശർഈയായ ദീനുൽ ഇസ്ലാമിന്റെ ശരീരം മുഴുവനും മറക്കുന്ന ഹിജാബ് നിങ്ങൾ ധരിക്കണം. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സൗന്ദര്യങ്ങളോ നിങ്ങളുടെ ശരീരങ്ങളോ നിങ്ങളുടെ ആഭരണങ്ങളോ നിങ്ങളുടെ വസ്ത്രത്തിന്റെ അഴകോ മറ്റുള്ള ആളുകളെ പ്രദർശിപ്പിക്കാൻ പ്രദർശന വസ്തുക്കളായിട്ട് നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞ അധ്യാപനങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനറിയ അടിമകളായ നമ്മളടുത്ത് എന്നാലും അശ്രദ്ധ പിടിപെടും, വിഡ്ഢിത്തരങ്ങൾ ഉണ്ടാകും,
തെറ്റുകൾ പറ്റിപ്പോകും എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ ആ കൽപ്പനകളുടെ ശേഷം അല്ലാഹു പറഞ്ഞു തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം, പശ്ചാത്തപിക്കണം എന്ന് പറയും. തൗബ ചെയ്യാൻ, ആ തൗബയിൽ സത്യസന്ധത പുലർത്താനും വേണ്ടി പറഞ്ഞു. ഇലല്ലാഹി ജമീഅൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആളുകൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചോ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ അംഗീകാരത്തിനോ ഒന്നുമല്ല. അല്ലാഹുവിലേക്ക് കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി സത്യസന്ധരായി ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും അതിൽ മനസ്സ് പൊട്ടിക്കൊണ്ട് കുറ്റബോധത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം എന്ന്. അങ്ങനെ അടിമകൾ മടങ്ങിയാൽ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, വമൻ താബ സ്വാദിഖൻ മുഖ്ലിസൻ, നിഷ്കളങ്കനായി സത്യസന്ധനായി ഒരാൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ താബ അല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും, അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. മഹ്മാ ബലഗത് ദുനൂബുഹു, അവന്റെ പാപങ്ങൾ എത്ര വലിയതാണെങ്കിൽ, എത്ര മല പോലത്തെ കൂമ്പാരം കുത്തിയതാണെങ്കിൽ, 100 ആളുകളെ കാരണമായിട്ട് കൊന്നവനാണെങ്കിൽ, പ്രവാചകന് ബദറിലും ഉഹദ് പോലത്തെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പ്രവാചകരെയും അനുയായികളെയും പ്രയാസപ്പെടുത്തി യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ശത്രുക്കളാണെങ്കിൽ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിഷ്കളങ്കതയോടുകൂടെ നസൂഹായ കുറ്റമറ്റതായ സത്യസന്ധതയോടെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സത്യവിശ്വാസികളായ ആളുകളുടെ വിശേഷണങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോട് കൂടെ മറ്റ് ആരാധ്യരെ ആരാധിക്കാത്ത അഥവാ ശിർക്ക് ചെയ്യാത്ത ആളുകൾ, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായിട്ട് മറ്റുള്ള ആളുകളെ കൊല്ലാത്ത ആളുകൾ, ഒരു കാരണമില്ലാതെ മനുഷ്യന്മാരെ കൊല്ല വലിയ പാപമാണ്, അതൊന്നും ചെയ്യാത്തവർ, വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവർ, ഇങ്ങനെ വലിയ വലിയ പാപങ്ങൾ അല്ലാഹു പറഞ്ഞിട്ട് വമൻ യഫ്അൽ, അതൊക്കെ മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ് വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ശിർക്ക് ഒരാൾ ചെയ്തു, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ കാരണമില്ലാതെ കൊന്നു, വ്യഭിചാരം ചെയ്തു, ഇങ്ങനത്തെ വലിയ പാപങ്ങൾ ചെയ്ത് പശ്ചാത്തപിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയാൽ യൽഖ അസാമൻ, അവൻ ചെയ്ത ആ പാപത്തിന്റെ ശിക്ഷ പരലോകത്തിൽ വെച്ച് അവൻ കണ്ടുമുട്ടും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, ഖിയാമത്ത് നാളിൽ ഇരട്ടിയായിട്ടുള്ള വലിയ വലിയ ശിക്ഷകൾ അവിടെ അനുഭവിക്കേണ്ടി വരും, നരകത്തിൽ നിന്ദനും നീചനുമായിട്ട് ചെന്ന് കടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയാണ് ഇല്ലാമൻ താ, പശ്ചാത്തപിച്ച ആളുകൾ ഒഴിച്ച്. ശിർക്ക് ചെയ്തിരുന്നു, അവർ പശ്ചാത്തപിച്ച് മടങ്ങി. മറ്റുള്ള ആളുകൾ അകാരണമായിട്ട് കൊന്നിരുന്നു, ആ മനുഷ്യൻ കുറ്റബോധത്തോടുകൂടെ പാപഭാരം കൊണ്ട് താങ്ങാൻ കഴിയാത്ത സങ്കടം കൊണ്ട് പൊട്ടി തകർന്ന മനസ്സുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, അള്ളാഹു സ്വീകരിക്കും. അതേപോലെ വിചാരം ചെയ്തു, കളവ് നടത്തി, വലിയ വലിയ തെറ്റുകൾ അനാചാരങ്ങൾ ചെയ്തു, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, ശരിയായ പശ്ചാത്താപം, ശരിയായ വിശ്വാസം, സൽക്കർമ്മങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ഇബാദത്തുകളും അമലുകളുമായിട്ട് മുന്നേറിയാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. രണ്ടർത്ഥമാണ് മുഫസ്സിരീങ്ങൾ ആ പറയുന്ന ഭാഗത്ത് ആയത്തിന് അതിന് പറയുന്നത്, രണ്ടർത്ഥങ്ങൾ. അതില് 2 അർത്ഥങ്ങളാണെങ്കിലും അത് സുബ്ഹാനല്ലാഹ് നമുക്ക് വളരെ പ്രചോദനവും വലിയ പ്രതീക്ഷകളും നൽകുന്നതാണ്. അള്ളാഹുവിലേക്ക് സത്യസന്ധമായി തൗബ ചെയ്തു പോകുന്ന ആള് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കിയാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളായിട്ട് മറിക്കും. അതിന് 2 അർത്ഥങ്ങൾ. ഒരർത്ഥം തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളിൽ മുന്നേറി വിജയിച്ചു പോകാനുള്ള തൗഫീഖ് പ്രത്യേകമായി അല്ലാഹു അവർക്ക് നൽകുന്നു. മറ്റൊരർത്ഥം ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ സൽക്കർമ്മമായിട്ട് മറിച്ച് അതിന് വമ്പിച്ച പ്രതിഫലം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ റഹ്മത്തുള്ള, എത്ര വലിയ ഔദാര്യം നമ്മോട് കാണിക്കുന്ന ആളാണ് നമ്മുടെ റബ്ബ്. ഗാഫിറുദ് ദംബ് ഖാബിലുത് തൗബ സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹുവിനെ എതിർക്കാനോ അല്ലാഹുവിനെ തടയാനോ
അള്ളാഹുവിനെ വിമർശിക്കാനോ ഒരിക്കലും സാധ്യമല്ല. അതിനൊരിക്കലും അർഹതയുമില്ല. അങ്ങനെ ഒരാളില്ല താനും. അള്ളാഹു ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്നവന്, അവന്റെ അടിമകളോട് വളരെ വളരെയധികം അവൻ കാരുണ്യം ചെയ്യുന്നവനുമാകും. പ്രവാചകന്മാർ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ പല പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനും പശ്ചാത്തപിച്ച് മടങ്ങാനും വേണ്ടി പ്രേരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ പല 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 ആയത്തുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവീൻ, നിശ്ചയം അവൻ ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്നവനും അടിമകളോട് കരുണ ചെയ്യുന്നവനുമാകുന്നു. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ജനങ്ങളോട് പറഞ്ഞത്, അതിൽപ്പെട്ട ഒരു ഭാഗം സൂറത്ത് ഹൂദിൽ പറഞ്ഞ ആയത്ത്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടി അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങി. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറൻ, തുടരെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആകാശത്തിൽ നിന്ന് മഴ അവൻ നിങ്ങൾക്ക് അയച്ചു തരും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളതിലേറെ ശാരീരിക, സാമ്പത്തിക, സാമൂഹികമായ ശക്തി അള്ളാഹു നിങ്ങൾക്ക് തരും. മുസ്ലിമീങ്ങൾ ബലഹീനരാണ്, മുസ്ലിമീങ്ങൾ പീഡിതരാണ്, മുസ്ലിമീങ്ങൾ ഒരുപാട് ഇങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ പരിഹാരം അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ഖുർആനിൽ കൂടെ പറഞ്ഞു കൊടുക്കും. ഇസ്തഗ്ഫിറൂ റബ്ബക്കും. വീഴ്ചകൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ദുരിതങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ശത്രുക്കൾ നമ്മെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെടുത്തായിരിക്കും, വീഴ്ചകൾ നമ്മളെടുത്തായിരിക്കും, തിരുത്തേണ്ടത് നമ്മളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുമ്പോൾ, ആളുകൾ പോകുമ്പോൾ ഇതുപോലത്തെ പല രൂപത്തിൽ കൂടെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതിന് അടിമകളാകുന്ന നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയുമായി അള്ളാഹുവിലേക്ക് മുന്നിടുന്ന പക്ഷം വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൂ മുജ്രിമീൻ, തമ്മാടികളായി അള്ളാഹുവിനനുസരിക്കാതെ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ അവനോട് പൊറുക്കലിനെ തേടാതെ തമ്മാടികളായി നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുതേ എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞു. തന്റെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യം അള്ളാഹുവിനോട് പരാതി പറയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവെ, ഞാൻ എന്റെ ജനങ്ങളെ പരസ്യമായിട്ട് ദഅവത്ത് നടത്തി നോക്കി. അവരോട് ദീനിന്റെ കാര്യങ്ങളും തൗഹീദും ദീനിന്റെ അധ്യാപനങ്ങളും ഞാൻ പല രൂപത്തിൽ രഹസ്യമായിട്ട് പറഞ്ഞു നോക്കി, പരസ്യമായിട്ട് പറഞ്ഞു നോക്കി. ആളുകളോട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു നോക്കി, ആൾക്കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞു നോക്കി. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞ വചനങ്ങൾ ഇതുപോലത്തതാണ്. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടി. ഇന്നഹു കാന ഗഫാറൻ, നിശ്ചയം അല്ലാഹു ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, തുടരെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആകാശത്തുള്ള മഴ അല്ലാഹു അയച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ, സമ്പത്തുകൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വബനീൻ, സന്താനങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഹസൻ ബസ്രിയും ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, മഹാനായ പണ്ഡിതനോട് കുട്ടികൾ ഉണ്ടായിട്ടില്ല, വിവാഹം കഴിച്ചിട്ട് കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ എന്ന്. വേറൊരാൾ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും ഭൗതികമായ വിഭവങ്ങളുടെ കുറവും പറഞ്ഞ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. മറ്റൊരാൾ വന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശാരീരികമായ ബലക്ഷയോ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. വേറൊരാൾ ചോദിച്ചു, മൂന്ന് വിഭിന്നമായ ആവശ്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പരിഹാരം മുഴുവനും ഒന്നാണ്. അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തു എന്ന്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഭൗതികമായ വിഭവങ്ങളും കാര്യങ്ങളും വിശാലമായി നൽകും. ക്ഷാമം, ദാരിദ്ര്യം, കഷ്ടപ്പാടും അതിൽ നിന്ന് പരിഹാരമുണ്ടാകും. നിങ്ങൾക്ക് സമ്പത്തുകൾ കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, തോട്ടങ്ങളും കായ്കനികളും വിഭവങ്ങളും അതേപോലെ തന്നെ ഭൗതികമായ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരും എന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാഠം എന്നോണം ഖുർആനിൽ കൂടെ അറിയിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂൽ, ആ പ്രവാചകന്റെ അവസ്ഥ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറ. നമ്മൾ നേരത്തെ കേട്ട ആ ഹദീസ് 70-ലേറെ കൂടുതൽ പ്രാവശ്യം ഒരു ദിവസം ഞാൻ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നിടുന്നുണ്ട്. മറ്റൊരു റിവായത്തിൽ ബൽ യസീദു ഇലാ 100 മറ. അഗറുൽ മുസനി റളിയല്ലാഹു അൻഹു പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു. മറ്റു പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അവരോട് പൊറുക്കലിനെ തേടി. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത റിവായത്ത് അങ്ങനെ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയുമായി. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. എന്ന് മാത്രമല്ല, ഒരൊറ്റ സദസ്സിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ സദസ്സിൽ വന്നിരുന്ന് അവിടുന്ന് എണീറ്റ് പോകുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ചിലപ്പോൾ എണ്ണി നോക്കലുണ്ടായിരുന്നു. പ്രവാചകൻ പറയുന്നത്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ആളുകൾക്ക് അവിടെ ദീനിന്റെ ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സദസ്സിൽ പ്രവാചകൻ വന്നിരുന്ന് അവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മൾ സൗദിയിലെ വലിയ വലിയ മശായിഖന്മാർ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ചില പണ്ഡിതന്മാരുടെ സദസ്സിൽ ചെന്നിരിക്കുമ്പോൾ അവർ ഇതുപോലെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു സദസ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദൂരത്ത് തന്നെ ആളുകൾ അദ്ദേഹം വരുന്നുണ്ട് എന്ന് അറിയുമായിരുന്നു. ഇസ്തിഗ്ഫാറും ഇതുപോലത്തെ അദ്കാറുകളും പറയുന്നത് കേട്ടിട്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ പറഞ്ഞ യഥാർത്ഥ സംഭവങ്ങളാണ്. അപ്പൊ നാം അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ സദാസമയത്തും നമ്മുടെ നാവിൽ ഈ പറയുന്ന ഇസ്തിഗ്ഫാറുകളും അതേപോലെ തന്നെ നമ്മൾക്ക് പറ്റിപ്പോയ കുറ്റങ്ങളും വീഴ്ചകളെ കുറിച്ചുള്ള കുറ്റബോധവും പശ്ചാത്താപവുമായി മുന്നേറുന്നു. ഏത് സമയത്ത് നമുക്ക് മരണം വരും, കാര്യങ്ങൾ എങ്ങോട്ട് നീങ്ങും ഒന്നും നമുക്കറിയാത്ത സ്ഥിതിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി സദാസമയം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദി എന്ന് പറയുന്ന കിതാബിൽ ഒരിക്കൽ പറയാണ്, അഫ്ളലു അയ്യാമിൽ അബ്ദി യൗമ തൗബതിഹി ഇലല്ലാഹ് വ ഖബൂലില്ലാഹി തൗബതി. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുന്ന ആ മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദിവസം ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. നമുക്കൊന്നും അറിയൂല. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർക്കുള്ള ചില വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്ത സംഭവങ്ങൾ. അള്ളാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങും. അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. തെളിവായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, കഅബ് ബിൻ മാലിക് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായിട്ട് പോകണമെന്ന് വിചാരിച്ചത്, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ പോയില്ല ചുരുക്കത്തിൽ. അങ്ങനെ പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിനോടും മറ്റുള്ളവരോട് ചോദിച്ച അദ്ദേഹം 1-2-3 ആളുകളും, ഞാൻ റെക്കോർഡ് ചെയ്യരുത് സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടോ, റെക്കോർഡ് ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല, അനുവാദവുമില്ല. നിങ്ങൾക്കത് മറ്റാർക്കും അയച്ചു കൊടുക്കാനാണ്, ഇൽമ നഷ്ടപ്പെടുന്നതാണെങ്കിൽ നഷ്ടപ്പെടില്ല. ഇൻഷാ അല്ലാഹ് അത് ഈ സഹോദരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരും. റെക്കോർഡ് ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവരുമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുകയും 1 മാസം 10-40 ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതിന്റെ ശേഷം അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചതായിട്ടുള്ള ആയത്തിറക്കി. വഅലല്ലദീന ഖുല്ലിഫു എന്ന് പറയുന്ന ആയത്തിറക്കിയപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. അദ്ദേഹം വന്ന സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദതുക ഉമ്മുക. നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച അന്ന് മുതൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ നിനക്ക് വന്ന ദിവസത്തിന്റെ നന്മ കൊണ്ട് നീ സന്തോഷിച്ചു, തൗബ സ്വീകരിച്ചു എന്നുള്ള വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടെ വഹയിൽ കൂടെ അറിയിച്ചപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഒരാൾ ചോദിക്കുന്ന മുസ്ലിമായ ദിവസമല്ലേ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, തൗബന്റേത് എങ്ങനെ? അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറയുന്ന അവന്റെ വിജയത്തിന്റെ ആരംഭം, തുടക്കമാണ് അതിലേക്ക് വരിക. അങ്ങനെ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറയുന്നത് അതിന്റെ പൂർത്തീകരണമാണ്.
പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ കൂടെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അസ്തഗ്ഫിറുല്ലാഹ്. പല ആളുകളും ഒരുപക്ഷെ അസ്തഗ്ഫിറുല്ലാഹ്, ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ ശ്രദ്ധിക്കാതെ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയും. അതൊക്കെ വാക്കിന്റെ അർത്ഥത്തിൽ വ്യത്യാസം പോലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഗൈൻ എന്നുള്ള അക്ഷരത്തോടു കൂടെ ശ്രദ്ധിച്ച് പറയുന്നതും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസപ്പെടും. ശ്രദ്ധിച്ചുകൊണ്ട് പറയാം. അതേപോലെ തന്നെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ പറയും. ഹൃദയ മനസ്സറിഞ്ഞ് പറയാ. അറിയാതെ ഒരാളെങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഉലമാക്കൾ പറയുന്നത് അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാകുമെന്ന്. അതേപോലെ തെറ്റുകൾ അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ചെയ്യാം, ഇസ്തിഗ്ഫാർ പറയും ചെയ്യും. അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിനോട് കിടപിടിക്കുന്നൊരു വിഷയമാണ്. തെറ്റിൽ നിന്ന് പിന്മാറുകയും പറ്റിപ്പോയ തെറ്റുകളിൽ കുറ്റബോധം അവനുണ്ടാവുകയും മേലിൽ ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ആവർത്തിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതിനോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വതുബ് അലൈഹി. ഈ പറയുന്ന നിലക്ക് അത് പറയുമ്പോഴാണ് അതിന് അർഹിക്കുന്ന ഫലങ്ങൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക. കിതാബുൽ ഫവായിദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അത്തൗബത്തു കശുർബിദ് ദവാഇലിൽ അലീൽ. ഒരാൾ രോഗിയാണ്, അരോഗിയായ മനുഷ്യൻ മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ഒരാൾ തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന്. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അവൻ ധാരാളം അത് ചെയ്ത് അവന്റെ ശരീരവും മനസ്സും രോഗാതുരമായി കിടക്കുകയാണ്. ഭൗതികമായി പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതിലേറെ വളരെ അപകടകരമായ രോഗമാണ് തെറ്റുകുറ്റങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും മനുഷ്യരായ നമ്മൾ അപകടപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ആ രോഗിയായ മനുഷ്യന് ഒരു മരുന്നിന് കടപിടിക്കുന്ന തുല്യമായ ഒരു പരിഹാരമാണ് തൗബ. ബദാഇഉൽ ഫവായിദിലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തജ്ലീദു തൗബതി ഇലല്ലാഹി മിനദ് ദുനൂബ്. പാപങ്ങളും തെറ്റുകളും ചെയ്തിട്ട് അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച ഒരാൾ മടങ്ങുക എന്ന് പറയുന്നു. ഈ പാപങ്ങളുടെ അവസ്ഥ അല്ലതി സല്ലതത് അലൈഹി അഅദാഉ. ആ തെറ്റുകൾ കാരണമായിരിക്കും നാനാഭാഗത്തിൽ നിന്നുള്ള ശത്രുക്കൾക്ക് നമ്മുടെ മേലെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്കുള്ള തെറ്റുകളും പാപങ്ങളും വീഴ്ചകളും കുറവ് കാരണമാണ് പല ഭാഗത്തു നിന്നുമുള്ള ശത്രുക്കൾ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഈ മനുഷ്യൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക. ഫമാ സുല്ലിത അലൽ അബ്ദി മൻ യുദി. ഒരു മനുഷ്യരെ ഉപദ്രവിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും ആധിപത്യം അവർക്ക് ലഭിക്കുന്നത് ഇല്ലാ ബിദംബിൻ യഅലമുഹു ഔ ലാ യഅലം. നമ്മളെടുത്ത് പറ്റിയ തെറ്റ് കാരണം, വീഴ്ചകൾ കാരണമായിരിക്കും. ചിലപ്പോൾ നമുക്കതറിയും, ചിലപ്പോൾ നമുക്കത് അറിയൂല. വമാ ലാ യഅലമുൽ അബ്ദു മിൻ ദുനൂബിഹി അദ്ആഫു മാ യഅലമുഹു മിൻ. നമ്മുടെ അടുത്ത് വന്നുപോയ തെറ്റുകളിൽ നമുക്കറിയുന്നതിലേറെ എത്രയോ ഇരട്ടി നമ്മൾ മറന്നുപോയതുണ്ടാകും, അറിയാത്തതുണ്ടാകും, ശ്രദ്ധിക്കാതെ പറ്റിയ തെറ്റുകളുണ്ടാകും. അതേപോലെ നമ്മൾ ചെയ്ത നമുക്കറിയുന്ന അതുകൊള്ള അപേക്ഷ നോക്കുമ്പോൾ നാം മറന്ന് വിസ്മരിച്ച് മനസ്സിലില്ലാതെ പോയ തെറ്റുകൾ ഇതിന്റെ എത്രയോ ഇരട്ടികൾ ഉണ്ടാകും, അതിലേറെ ഇരട്ടി ഉണ്ടാകും. അങ്ങനെ ഇങ്ങനെ സംഭവിച്ച ഒരു വ്യക്തിക്ക് ഫലൈസലിൽ അബ്ദി ഇദാ ബുഗിയ അലൈഹി വഊദി. ആരുടെയും ഭാഗത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നോ ഭരണകൂടത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് ഉപദ്രവം നമുക്ക് നേരിട്ടാൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും നല്ല പരിഹാരം അവന് കരകളഞ്ഞ തൗബയിലേറെ ആ വ്യക്തിക്ക് ഉപകാരപ്രദമായ ഒരു പരിഹാരമില്ല. ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ എവിടെയെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആ ആളുകളോട് നമുക്ക് ദേഷ്യവും വെറുപ്പും ശത്രുതയും പകയും ഉണ്ടാകുന്നതിന് പകരം എന്തോ എൻ്റെ അടുത്ത് തെറ്റും വീഴ്ചയും പറ്റിയത് കൊണ്ട് അതിന്റെ ശിക്ഷയായിരിക്കും ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കും. വഅലാമത്തു സആദതി. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളം അൻ യഅകിസ ഫിക്റുഹു വനദറുഹു അലാ നഫ്സിഹി വദുനൂബിഹി വഉയൂബിഹി. കുറ്റം എൻ്റെ അടുത്താണ്, വീഴ്ച എനിക്കാണ് പറ്റിയത്, പാപം എൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഏറ്റവും വിജയപ്രദമായ കാര്യം. ആ ആക്രമിച്ചവനെ, ഉപദ്രവിച്ചവനെ, പ്രയാസമുണ്ടാക്കിയവനെ അവരോട് വെറുക്കാൻ പോകുന്നതിലേറെ എൻ്റെ അടുത്തുള്ള പ്രവർത്തനം കൊണ്ട്, എൻ്റെ മോശം കൊണ്ട്, എൻ്റെ ശരീരത്തിന്റെ ദൂഷ്യം കൊണ്ടാണ് ഇത് പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം മനസ്സും ശരീരം നന്നാക്കാൻ ശ്രമിക്കുക.
ആ പറ്റിയ തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറുമായിട്ട് മുന്നേറും ചെയ്യാം. എന്നാൽ വല്ലാഹു യതവല്ലാ നുസ്റത, ഈ വ്യക്തിയുടെ സഹായം അത് അല്ലാഹു ഏറ്റെടുക്കും. വഹിഫുഹു, ഇവന്റെ സംരക്ഷണവും, വദ്ദഫഅ അൻഹു, മറ്റുള്ള ആളുകളിൽ നിന്ന് ഇവന് പ്രതിരോധം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. വലാ ബുദ്, ഒരിക്കലും അതില്ലാതിരിക്കുകയില്ല. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും, നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്തുകളോ ദുരിതങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ചെയ്തതിന്റെ ദൂഷ്യഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിന് തൗബ ചെയ്ത് മടങ്ങും. അള്ളാഹു ഇവന് പ്രതിരോധിക്കുണ്ടാകും. വലാ ബുദ്, അതില്ലാതിരിക്കുകയില്ല. വമാ അസ്അദഹു മിൻ അബ്ദ്, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഒരു അടിമക്ക് വരികയാണെങ്കിൽ എത്ര വലിയ വിജയിച്ചവനാണ്. വമാ അബ്റകഹാ മിൻ നാസിലത്തിൻ നസലത്, അവന് വന്ന ആ വിപത്ത് എത്ര ബറക്കത്തുള്ളൊരു കാര്യവുമായി. ആ മുസീബത്ത് എത്ര നല്ല ബറക്കത്തുള്ള, ഇവന് തിരിച്ച് ചിന്തിക്കാനും ഇവന്റെ അടുത്തുള്ള വീഴ്ചകളും തെറ്റുകളും തിരുത്താനും അവന് ഇത് സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. വലാകിന്ന തൗഫീഖ വറുശ്ദ ബിയദില്ലാഹ്, ആ നല്ല മനസ്സുകളും ആ നിലക്കുള്ള നിലപാടെടുക്കണമെങ്കിൽ അള്ളാഹുവിന് തൗഫീഖ് വേണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അത് ആവശ്യമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ കഥുറത് ദുനൂബുക, നിന്റെ പാപങ്ങൾ വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഫസ്തഗ്ഫിർ, നീ ഇസ്തിഗ്ഫാറുമായി അള്ളാഹുവിലേക്ക് മുന്നിട്. വഇദാ തകദ്ദറത് ഹയാതുക, നിന്റെ ജീവിതം ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടെ സാഹചര്യങ്ങൾ, ഇന്ന് പലർക്കും പരാതിപ്പെടാനുള്ള, പരിഭവം പറയാനുള്ള കാര്യങ്ങളാണ്. പല ജാതി പ്രശ്നങ്ങൾ, പല ഇങ്ങനത്തെ വിഷമം. മറ്റുള്ളവരെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ വീഴ്ചകളും നോക്കാൻ പോകുന്നതിന് പകരം നിന്റെ ജീവിതമാകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണെങ്കിൽ പ്രവാചകന്റെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഖൗലാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതും മുമ്പ് കേട്ടതുപോലെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ദോഷങ്ങൾ പൊറുക്കാനും മാനസികമായി അനുഭവപ്പെടുന്ന അസ്വസ്ഥ്യങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ അള്ളാഹുവിന്റെ ഈ നിർബന്ധമായ ഈ കൽപ്പന, മഹത്തായ ഈ ഇബാദത്ത്, അത് നമ്മൾ സദാസമയം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു സമയത്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് കുറച്ചൊക്കെ ആയിട്ട് തിരുത്തായെന്നോ ഒരിക്കലും വിചാരിക്കരുത്. നമുക്കാർക്കും അറിയുകയില്ല ഇന്നൊരു തെറ്റ് പറ്റിയാൽ ഇനി തൗബ ചെയ്ത് പശ്ചാത്തപിക്കാൻ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാകും, നമുക്കാർക്കും അറിയുകയില്ല. ഇനി ഒരാൾ ഉണ്ടായി എന്ന് നോക്കും, അവന് ജീവൻ ഹയാത്തും അവന്റെ ആയുസ്സും അത് നീണ്ടു കിട്ടിയെന്ന് നോക്കാം. അതേ ഈ തെറ്റിൽ നിന്നിട്ട് അവന് പശ്ചാത്തപിക്കാൻ ഒരു പക്ഷേ അവന് സാഹചര്യം ഒരുങ്ങിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ തൗബ ചെയ്താൽ അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ മറ്റോ അവന്റെ മനസ്സിൽ കടന്നുകൂടി നസൂഹായ ഇഖ്ലാസുള്ള ആ തൗബ അവന് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സദാസമയവും തൗബയും ഇസ്തിഗ്ഫാറുമായി നാം മുന്നോട്ട് പോവുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വളരെ ഇബാദത്തിലും സുഹുദിലും കഴിച്ചു കൂട്ടിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ വന്ന് ആ യുവാവ് അദ്ദേഹത്തിനോട് പറയാണ്, തെറ്റുകൾ, വലിയ വലിയ പാപങ്ങൾ ചെയ്യാൻ എനിക്ക് വല്ലാത്ത താല്പര്യമാണ്. തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നേ ഇല്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. എനിക്ക് ഏറെ ഒരു ആസക്തിയാണ് തെറ്റുകളായ കാര്യങ്ങൾ, പാപങ്ങൾ ചെയ്യാൻ വല്ലാത്തൊരു താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബു തവ്വാബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ സംഭവമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ യുവാവിനോട് പറഞ്ഞ 5 കാര്യങ്ങൾ നീ ചെയ്യാ എന്ന് വാക്ക് തരാണെങ്കിൽ ഒരു പേടിക്കണ്ട, നീ തെറ്റുകൾ ചെയ്തോ പാപങ്ങൾ ചെയ്തോ ഒരു പേടിക്കണ്ട, 5 കാര്യങ്ങൾ നീ വാക്ക് തരണം എന്ന്. അപ്പൊ ആ യുവാവ് സ്വാഭാവികമായിട്ടും എന്താണ് ആ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒന്നാമത്തേത് ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫലാ തഅകുൽ മിൻ റിസ്ഖി, നീ അല്ലാഹുവിനെ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ മനസ്സിൽ നിന്നോട് പറയുന്ന മന്ത്രിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിഭവങ്ങൾ നീ കഴിക്കാൻ നിൽക്കരുത്. റിസ്ക് അള്ളാഹു നൽകുകയാണ്, അവൻ തന്ന ആ റിസ്ക് കഴിച്ചുകൊണ്ട് അവന് എതിരായി ചെയ്യുക എന്നുള്ളത് ഒരു മാന്യതയിലും പെട്ടതല്ല, ഒരു മാന്യതയല്ല. അതുകൊണ്ട് നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റിസ്ക് നീ കഴിക്കരുത്.
രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇദാ അറദ്ത അൻ തഅസിയഹു ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദിഹി. ഈ ലോകം മുഴുവൻ അല്ലാഹുവിന്റെ രാജ്യമാണ്. ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ നിന്നൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി സംവിധാനിച്ച പ്രദേശങ്ങളും സൗകര്യങ്ങളുമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെ നീ താമസിക്കരുത്, വേറെ സ്ഥലം കണ്ടെത്തിക്കൊണ്ടേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എതിര് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും അത് അംഗീകരിക്കും? നമ്മുടെ വീട്ടിലൊരാൾ വന്ന് നമുക്ക് എതിര് ചെയ്യാം, അതൊരു മാന്യതയില്ലാത്ത പണിയാണ്. അതാരും അംഗീകരിക്കാതെ ഇത് അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി, അള്ളാഹുവിൻ്റെതാണ് ഈ സ്ഥലങ്ങൾ മുഴുവനും. അതുകൊണ്ട് അവിടെ വെച്ച് നീ അള്ളാഹുവിനെ എതിര് ചെയ്യരുതേ. മൂന്നാമത് പറഞ്ഞു, ഇദാ അറദ്ത അൻ തഅസിയഹു ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി. അള്ളാഹുവിന് വിരുദ്ധമായി അവന് എതിരായിട്ട് ചെയ്യുന്ന കാര്യം തെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവൻ കാണാത്ത ഒരു സ്ഥലത്ത് പോയി മറഞ്ഞിരുന്ന് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് മാറി നിൽക്കാനോ മറഞ്ഞു നിൽക്കാനോ നമുക്ക് സാധ്യമല്ല. അങ്ങനത്തെ സ്ഥലം നീ കണ്ടുകൊണ്ടി. നാലാമത് പറഞ്ഞ് മരണം, ഇദാ ജാഅക മലക്കുൽ മൗത്ത് ലിയഖ്ബിള റൂഹക്. നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തോട് നീ പറയുക, ഒരല്പ സമയം കൂടി, ശരിയായ തൗബ ചെയ്യാനുള്ള അവസരം കൂടി, ഒരല്പം സമയം നിങ്ങൾ എനിക്ക് തരണം, എന്നിട്ടേ എന്റെ റൂഹ് പിടിക്കാവൂ. നടക്കുവോ കാര്യങ്ങൾ? ഒരിക്കലുമില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഉ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് ഖാല കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. റൂഹ് പിടിക്കാൻ ആ മലക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചു പോകും, അവസരം കിട്ടൂല. പിന്നെ അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നീ തെറ്റ് ചെയ്ത് പാപങ്ങൾ ചെയ്തിട്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് തെളിക്കപ്പെടുമ്പോൾ ആ നരകത്തിലേക്ക് അവരെ കൂടെ പോകരുതേ, സ്വർഗത്തിലേക്ക് തന്നെ പോകാൻ നോക്കണം എന്ന് പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്തോ. നമുക്കാർക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ യുവാവ്, അദ്ദേഹത്തിന്റെ ഉപദേശം ആ യുവാവിന്റെ മനസ്സിൽ തട്ടുകയും പശ്ചാത്തപിച്ച് അവിടെ വെച്ച് പോയി എന്ന് പറയുന്ന ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു തവ്വാബീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന സംഭവമാണ്. നമ്മൾ കേട്ടതുപോലെ തൗബയും ഇസ്തിഗ്ഫാറുമായി ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് നേട്ടങ്ങൾ. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞ സംഭവം ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ എന്ന് പറഞ്ഞ ആയത്ത് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവന്റെ ആകാശത്തിൽ നിന്ന് മഴയെ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. അതേപോലെ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ സാമൂഹികമായ ശക്തിയും പ്രാപ്തിയും കഴിവും അള്ളാഹു നിങ്ങൾക്ക് കൂട്ടിത്തരും. ബലഹീനത ഉണ്ടാകൂല. ഇന്ന് നിസ്സഹായതയാണ് പലരും, ഇന്ന് ബലഹീനരാണ്, പല ആളുകൾക്കും നിന്ദതയാണ്. അതിനൊക്കെ കാരണം നമ്മളെടുത്ത് പറ്റിയ വീഴ്ചകളും കുറ്റങ്ങളുമാണ് എന്നുള്ള തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഇതുപോലത്തെ മഹത്തായ മാസങ്ങളും അവസരങ്ങളും അള്ളാഹു തരുമ്പോൾ ആളുകൾ ഒറ്റക്കും കൂട്ടമായിട്ടുമുള്ള അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നേറുന്ന പക്ഷം അള്ളാഹു എൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളോട് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനങ്ങൾ അവൻ നിറവേറ്റാൻ തയ്യാറാണ്. അതേപോലെ തൗബയും ഇസ്തിഗ്ഫാറിലും ഒരാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ വിപത്ത് ആ മനുഷ്യൻ തടയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ഹദീസ്, ചില പണ്ഡിതന്മാര് ഇത് ബലഹീനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് ആയത്തിനോട് വളരെ കൃത്യമായി യോജിച്ചു വന്ന ഹദീസാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് 2 സുരക്ഷ, നിർഭയത്വം 2 അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നിങ്ങൾ സമുദായത്തിലുള്ള കാലത്തോളം അള്ളാഹു അവരെ ശിക്ഷ ഇറക്കൂല, നിർഭയത്വം വാഗ്ദാനം ചെയ്തു. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. റസൂലുള്ളാഹില്ലല്ലോ, നമ്മുടെ കൂടെയില്ല. ഇനിയുള്ള നിർഭയത്വം എന്ന് പറയുന്നത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പക്ഷം നിർഭയത്വം ഉണ്ടാകും, അള്ളാഹുവിന്റെ ശിക്ഷ വരൂല. ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ഒരു ഫലമാണ്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമാണ്. ഫഇദാ കസറത്തിദ് ദുനൂബ്, പാപങ്ങൾ കൂടിയാൽ, വഖല്ലൽ ഇസ്തിഗ്ഫാറു അവിൻ അലം, ഇസ്തിഗ്ഫാർ കുറവാണ്, അതല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ഇല്ല തന്നെ, അങ്ങനെ വന്നാൽ ഫൽ അദാബു സയഹ്സുൽ ലാ മഹാൽ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയേതി, അള്ളാഹു തആല ശിക്ഷിക്കും. നിർഭയത്വം നഷ്ടപ്പെട്ടു ആളുകൾക്ക്, ഇസ്തിഗ്ഫാറില്ല.
അതിലെങ്കിലും ഉള്ളത് വളരെ കുറവാണ്. തെറ്റ് അതിലേറെ കൂടുതലാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന തെറ്റുകളും പാപങ്ങളും സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നാണെങ്കിൽ, വേഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, പുരുഷന്മാരുടെ ഭാഗത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, പല മേഖലകളിൽ അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പൊ അത് ഇറങ്ങാതെ സുരക്ഷിതരായി പോകാനുള്ള അതിനുള്ള പരിഹാരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബയുമായി അള്ളാഹുവിലേക്ക് മുന്നിടുക. അതേപോലെ പിശാചിന്റെ നാശത്തിന് കാരണമാണ് അടിമകളായ നമ്മുടെ ഭാഗത്തുള്ള ഇസ്തിഗ്ഫാറും തൗബയും. അടിമകളായ നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നേറുമ്പോൾ പിശാചിനെ ബലഹീനമാകാനും അവന്റെ നാശത്തിനും കാരണമാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞത് അഹ്ലക്തു ബനി ആദമ ബിദ്ദുനൂബ്, അടിമകളെ ഞാൻ പാപങ്ങൾ കൊണ്ട് നശിപ്പിച്ചു എന്നത്. അവൻ നമ്മളെ കൊണ്ട് പല തെറ്റുകളും ചെയ്യാൻ പ്രേരിപ്പിച്ച് നമ്മൾ നിന്നിട്ട് അവൻ മുതലെടുക്കും, നേടിയെടുക്കും. അപ്പൊ അവനുള്ള പരാതി അടിമകൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോ പാപമോചനം അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി തേടുമ്പോൾ അതേപോലെ കലിമത്തു തൗഹീദുകൊണ്ട് അവർ എന്നെയും നശിപ്പിക്കുകയാണ്. അങ്ങനെ പിശാച് കാണുന്ന സമയത്ത് പിന്നെ ദേഹ ഇച്ഛകളും കാര്യങ്ങളും, വ്യക്തി താല്പര്യങ്ങളും, മനസ്സിന്റെ ഇച്ഛകളും, വികാരപരമായ കാര്യങ്ങൾ അത് കൂടുതൽ ചെയ്ത് മനുഷ്യന്റെ മനസ്സ് ചത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഓർമ്മയില്ലാതെ അശ്രദ്ധയിലായി പിന്നീട് അവരെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അള്ളാഹുവിനോട് ഒരിക്കൽ പിശാച് പറഞ്ഞു, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഇബ്ലീസ ഖാല ലി റബ്ബി. ഇബ്ലീസ് ഒരിക്കൽ അള്ളാഹുവിനോട് പറയാണ്, ബിഇസ്സതിക വജലാലിക ലാ അബ്റഹു ഉഗ്ബി ബനി ആദം മാ ദഅമത്തിൽ അർവാഹു ഫീഹിം. അല്ലാഹുവേ, നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, നിന്റെ പ്രതാപം തന്നെയാകുന്ന സത്യം. മനുഷ്യരുടെ ശരീരത്തിൽ ദേഹത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ അവരെ പേപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഇബ്ലീസ് പറയാണ്, ജീവൻ അവരുടെ ദേഹത്തിൽ ശരീരത്തിലുള്ള കാലത്തോളം ഞാൻ അവരെ പേപ്പിക്കും. അപ്പൊ അള്ളാഹു അവനോട് പറഞ്ഞത്, ഫബിഇസ്സതി വജലാലി ലാ അബ്റഹു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. അവർ എന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹിഹായ മറ്റു ധാരാളം ഹദീസുകളിൽ കൂടെ ഈ സംഭവങ്ങൾ വന്നതാണ്. ശേഷം സമയമുണ്ടെങ്കിൽ നമ്മളത് പറയുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതേപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, നമ്മൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കേട്ടതുപോലെ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാകും. കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ, കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ശാരീരികമായ രോഗപ്രശ്നങ്ങളോ മറ്റുള്ള സാമൂഹികമായ എത്ര പരിഹരിക്കാനും കഴിയാതെ അകപ്പെടുന്ന വിഷയങ്ങളുണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന പക്ഷം അള്ളാഹു നമുക്ക് ആശ്വാസവും പരിഹാരങ്ങളും നൽകും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഇബ്നു തൈമിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഇൽമിയായ മസ്അല, ഒരു വിഷയം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് അതിന്റെ ആശയം അവിടെ വ്യക്തമായൊരു പരിഹാരം അറിയാതെ വരുമ്പോൾ ചിലപ്പോൾ 1000-ലേറെ പ്രാവശ്യം അദ്ദേഹം ഇസ്തിഗ്ഫാർ പറയലുണ്ടായിരുന്നു. 1000-ലേറെ പ്രാവശ്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആരാണ് വിവരത്തിന്റെ ഇൽമിന്റെ സമുദ്രം? ആ മനുഷ്യനാണ്. നമ്മൾ അത്ഭുതപ്പെടും, നമുക്കതൊക്കെ ഒരു പുതുമയായി തോന്നും. അദ്ദേഹത്തിനെ കുറിച്ച് ഇബ്നു ഖയ്യിം ഒക്കെ പറഞ്ഞു. അതേപോലത്തെ സംഭവം തന്നെയാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വശഹിദു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ശിഷ്യനും ഷെയ്ഖുമായിക്കൊണ്ട്. ഇദാ അയതുഹുൽ മസായിലു വസ്തഅസദ അലി, ഏതെങ്കിലും ചില മസ്അലകൾ, ഇൽമിയായ ചില വിഷയങ്ങൾ അദ്ദേഹത്തിന് പ്രയാസമായി അനുഭവപ്പെട്ടാൽ, ഫർറ മിൻഹാ ഇല തൗബതി വൽ ഇസ്തിഗ്ഫാരി വൽ ഇസ്തിആനതി ബില്ലാഹി വൽ ലുജൂഇ ഇലൈഹി. തൗബയും ഇസ്തിഗ്ഫാറും, അല്ലാഹുവിനോട് സഹായത്തെ തേടി അല്ലാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഓടലായിരുന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഏതെങ്കിലും വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസമോ കാര്യങ്ങളോ അനുഭവപ്പെടുകയാണെങ്കിൽ ശരിയായ നിലക്ക് ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു തേടുമായിരുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജാനകൾ തുറന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തേടുമായിരുന്നു. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ കാണാം അള്ളാഹുവിന് പ്രത്യേകമായുള്ള സഹായങ്ങൾ അദ്ദേഹത്തിലേക്ക് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന അനുഭവം പലപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക.
ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അടിമകളാകുന്ന നമ്മളിലുള്ള വീഴ്ചകൾ ഉണ്ടാകും. നാം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷക്കും മോചനത്തിനു വേണ്ടി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുമായി പ്രവാചകന്മാർ അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പ്രവാചകന്മാർ പ്രയാസപ്പെട്ട സമയത്ത് അവർ നടപ്പാക്കിയതില്ല. നമ്മുടെ വാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഉമ്മയും സ്വർഗത്തിലാണ് അള്ളാഹു അവരെ പടച്ചു വെച്ചത്. ആ സ്വർഗത്തിൽ നിന്ന് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വന്ന വീഴ്ച കാരണം, ആ തെറ്റ് കാരണം ഭൂമിയിലേക്കാണ് ഇറക്കുന്നത്. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി സ്വർഗം ഈ ഭൂമിയും, സ്വർഗത്തിലുള്ള സാഹചര്യങ്ങളും വിഭവങ്ങളും അവസ്ഥകളും ഭൂമിയിലുള്ള സാഹചര്യങ്ങളും വിഭവങ്ങളും അവസ്ഥകളും എത്ര വൈരുദ്ധ്യമുണ്ടത് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയും. അദ്ദേഹം ഈ ഭൂമിയിൽ വന്ന സമയത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതല്ലേ നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതേപോലെ നമ്മുടെ മനസ്സിന് വിശാലത ഉണ്ടാവാം. മനസ്സിന് ചില സമയത്ത് എടുക്കും, ഒരു പ്രയാസം, ഒരു അസ്വസ്ഥയും ഒക്കെ അനുഭവപ്പെടും. അതിന് ഇസ്തിഗ്ഫാർ ഏറ്റവും ഫലപ്രദമായത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അഗറുൽ മുസനി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് അഗറുൽ മുസനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എൻ്റെ മനസ്സിന്റെ മേൽ ചില ഒരു മൂടി വന്ന് കിടക്കുന്നത് പോലെ, എന്തോ ഒരു അസ്വസ്ഥ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ചില സമയത്ത് എനിക്ക് അനുഭവപ്പെടരുത്. അങ്ങനെ ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയലുണ്ട്. വേറെ സ്ഥലത്ത് പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മൻ അക്തറൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളയഖിൻ മഖ്റജൻ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ അർത്ഥത്തിൽ മറ്റും ഹദീസുകൾ ധാരാളമുള്ളത് നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യാം, സമയത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയാണ്, അല്ലാഹു പറഞ്ഞ ഒരു വാക്ക് ഖുദ്സിയായ ഹദീസ് എന്ന പേരിലേക്ക് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ന അബ്ദൻ അസാബ ദംബൻ, ഒരു അടിമ അവനൊരു പാപം ചെയ്തു. വറുബ്ബമാ ഖാല അദ്നബ ദംബൻ, റിവായത്തിൽ ആ വാക്കാണോ ഇതാണോ എന്നുള്ള അഭിപ്രായം. അപ്പൊ ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, റബ്ബി അദ്നബതു, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു, എന്റെ അടുക്കൽ വീഴ്ച പറ്റിപ്പോയിട്ടുണ്ട്, സമ്മതിക്കുക, തെറ്റ് സമ്മതിക്കുക, ന്യായീകരിക്കാൻ പോകല്ല, തെറ്റിൽ മുന്നേറുവാൻ, തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കാൻ. അതല്ല അസ്വബത്തു, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞു, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം എന്നൊരടിമ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദം വ യഅഖുദു ബിഹി, എന്റെ അടിമക്ക് ബോധ്യമുണ്ടല്ലേ അവനൊരു റബ്ബുണ്ട് എന്നും തെറ്റ് ചെയ്താൽ അതിനെ പിടിച്ച് ശിക്ഷിക്കും എന്നും ഇസ്തിഗ്ഫാറും തൗബയുമാണെങ്കിൽ അവന് പുറത്തു കൊടുക്കും എന്നും അറിയോ? എന്റെ അടിമക്കത് അറിഞ്ഞൂല്ലേ? ഗഫർതു ലി അബ്ദി, ഞാൻ അവന് പുറത്തു കൊടുക്കാം. തെറ്റുപറ്റി മനുഷ്യ സഹജമായി, ബലഹീനത കാരണം, വിഡ്ഢിത്തരം കാരണം, സാഹചര്യം കാരണം, എന്നാലും അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ചെന്ന് പുറത്തു തരണമെന്ന് അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിമ കൃത്യമറിഞ്ഞിട്ടാണല്ലോ, അവനൊരു റബ്ബുണ്ട്, ദോഷം പുറത്തു കൊടുക്കും, തോബി പശ്ചാത്താപത്തിലേക്ക് അവനെ പിടിച്ച് ശിക്ഷിക്കും എന്നറിഞ്ഞില്ലേ, ഞാൻ അവന് പുറത്തു കൊടുത്തു പോയി. പിന്നെ കുറച്ചങ്ങനെ മുന്നോട്ട് പോയി, വീണ്ടും ഒരു തെറ്റ് മറ്റൊരു തെറ്റ് പിടികൂടി, അള്ളാഹുവിനോട് ഇതുപോലെ തെറ്റുപറ്റി അള്ളാഹുവെ പുറത്തു തരണമെന്ന് പറഞ്ഞു. അള്ളാഹു വീണ്ടും പറയും, എന്റെ അടിമക്ക് അവന് പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ട്, ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് അവൻ അറിഞ്ഞല്ലോ, ഞാൻ അവന് പുറത്തു കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയും, ഈ ഒരു അവസ്ഥയിലാണ് അടിമ പോകുന്നു എന്നുണ്ടെങ്കിൽ, തെറ്റുകൾ പറ്റുന്നു, പക്ഷെ ഉടനെ അവൻ തൗബയും ഇസ്തിഗ്ഫാറുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചെത്തുന്ന ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. തെറ്റ് ചെയ്യാനുള്ള ലൈസൻസും അതിനുള്ള സമ്മതവുമല്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു രൂപത്തിൽ നാം ആകുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പൊന്നുമില്ല. തെറ്റുപറ്റി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യാതെ അതിന്റെ നാശം, അതിന്റെ കഷ്ടം കാരണം വീണ്ടും തെറ്റിലേക്ക് പോയി പരാജയപ്പെട്ടാലും. അപ്പൊ ഇതിന്റെ കൊണ്ടുള്ള ഒത്തും ഒരു അടിമ തെറ്റ് ചെയ്തു, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നോട്ട് ചെന്നാൽ എത്ര വലിയ തെറ്റുകളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പ് നൽകാനും പുറത്തു നൽകാനും ഈ അടിമയെ സഹായിക്കാനും അവൻ തയ്യാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ് എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ ഫി മനാസിലിസ് സാഇൽ, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള സ്റ്റെപ്പുകൾ, പദവികൾ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലുള്ള
കിതാബില് സ്വീകാര്യോഗ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച തൗബ അതിന് ചില അടയാളങ്ങൾ പറയുന്നു. നമ്മൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുമായി തൗബയുമായി പശ്ചാത്താപവുമായി മുന്നേറി ആ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ അതിന് ചില അടയാളങ്ങൾ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതിൽപ്പെട്ട ഒന്നാമത് അദ്ദേഹം പറയുന്നത് അൻ യകൂന ബഅദ തൗബത്തി ഖൈറൻ മിമ്മാ കാന ഖബ്ലൽ ഖതീഅ. ഈ തെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് അവന്റെ സാഹചര്യം, സ്വഭാവം, പെരുമാറ്റം, കാര്യങ്ങൾ എന്തായിരുന്നു, അതിലേറെ നല്ലൊരവസ്ഥയിലാണ് ഇപ്പൊ അവൻ മുന്നോട്ട് പോകുന്നത് ദീനിന്റെ കാര്യത്തിൽ, നന്മയിൽ എന്നുണ്ടെങ്കിൽ അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അള്ളാഹുവിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്, അവന്റെ തൗബ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അടയാളം അല്ലാ യസാലൽ ഖൗഫു മുസാഹിബൻ ലഹു വലാ യഅ്മനു തർഫത ഐൻ. ഏത് നിമിഷവും പറ്റിയ ആ തെറ്റിന്റെ കാര്യത്തിൽ ഒരു ഭയം അവന്റെ മനസ്സിനെയും ശരീരത്തെയും പിടികൂടിക്കൊണ്ടേയിരിക്കും. തെറ്റുകൾ പറ്റി തൗബ ചെയ്തു, അൽഹംദുലില്ലാഹ് ഞാൻ ഫ്രീ ആയി. അല്ല, അങ്ങനെയല്ല. ഒരുപാട് തെറ്റുകൾ വന്നു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കോട് ഉറപ്പില്ല. താനും ആ ഒരു വാക്കൊന്നും നമുക്ക് നൽകിയിട്ടും തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ തെറ്റുകളെ കുറിച്ചുള്ള ഓർമ്മ വരുന്ന സമയത്ത് മുഴുവൻ ഒരു ഭയം അവന്റെ മനസ്സിന് പിടികൂടും. അതിന്റെ പേരിലൊരു കുറ്റബോധം അവന്റെ മനസ്സിന് പിടികൂടും. അതിന്റെ പേരിലൊരു ഖേദം അവന് സദാസമയം ഉണ്ടാവും. ഈ ഒരു അവസ്ഥ അവന്റെ മനസ്സിനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത്. അവന്റെ തൗബ സ്വീകരിക്കപ്പെട്ടതാണ് എന്ന് പ്രതീക്ഷിക്കാൻ അവന് വകയുണ്ട്. നേരെ മറിച്ച് ചില ആളുകൾ തെറ്റുകൾ ധാരാളം ചെയ്ത് പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു എന്ന് പറയുന്ന അതില് നല്ല പ്രതീക്ഷയിലും നല്ല നിർഭയത്വത്തിലും നല്ല സമാധാനത്തിലും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഞാനൊക്കെ ഫ്രീ ആണ് എന്ന മനസ്സാണ് എന്നുണ്ടെങ്കിൽ അവൻ ഭയപ്പെടണം എന്നുള്ളത്. അവൻ ഭയപ്പെടണം. അങ്ങനെ അള്ളാഹുവിന്റെ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ അവന്റെ റൂഹിനെ പിടിക്കുന്നത് വരെ, മരണം വരെ ഈ ഒരു ഭയം അവന് പിടികൂടിക്കൊണ്ടേയിരിക്കും. അതാ മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നവന് പ്രതീക്ഷിക്കാൻ വകയുള്ള കാര്യമാണ്. മൂന്നാമത്തെ അടയാളം പറയുന്നത് ഇൻഖിലാഉ ഖൽബിഹി വതഖത്തുഉഹു നദമൻ വഖൗഫൻ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കുറ്റബോധത്താൽ അവന്റെ മനസ്സ് പൊട്ടിത്തകരുന്നൊരവസ്ഥ. അവന്റെ മനസ്സ് പൊട്ടിത്തകരുന്നൊരവസ്ഥ. വഹാദാ അലാ ഖദരി ഇളമിൽ ജിനായത്തി വസിഗരിഹ. മനസ്സിലെ ആ പറയുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടും തെറ്റിന്റെ വലിപ്പത്തിനും കുറവിനും വ്യത്യാസപ്പെടും. വലിയ തെറ്റുകൾ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മനസ്സ് പൊട്ടിത്തകർന്നുകൊണ്ടും കരച്ചിലും സങ്കടങ്ങളും ഉണ്ടാകും. ചെറിയ പാപങ്ങളാണെങ്കിലും പക്ഷെ അത്തരത്തിനുണ്ടാകൂല ഏതാണെങ്കിലും. വലാ റൈബ അന്നൽ ഖൗഫ ശദീദ മിനൽ ഉഖൂബത്തിൽ അദീമ. വലിയ ശിക്ഷ അള്ളാഹുവിൻ്റെത് വരുമോ, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ് വലിയതാണ്, വളരെ ഗൗരവമുള്ളതാണ്, അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വരുമോ എന്നുള്ള ഒരു ശക്തമായ പേടി ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ മനസ്സിന് അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും പേടികളും മനസ്സിന്റെ ഹൃദയത്തിന്റെ പൊട്ടലും തേങ്ങലും അതുകൊണ്ടുണ്ടാകും. നേരെ മറിച്ച് പറ്റിയ തെറ്റിനെ കുറിച്ച് അവനൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനത്തെ മാനസികമായ ഒരു അവസ്ഥ വരൂല. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ തെറ്റുകളെ കുറിച്ചുള്ള ഭയം അദ്ദേഹം അത് നമുക്ക് വിവരിച്ചു തരുന്നത് പൊളിഞ്ഞു ചാടാനായ വലിയൊരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയായിരിക്കും. പൊളിഞ്ഞു ചാടാനായ, തകർന്ന് തരിപ്പണമാകാനായ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരാൾ ചെന്നിരിക്കും. ഏത് സമയം ആ പർവ്വതം തകർന്ന് എന്റെ തലയിൽ കൂടെ വന്ന് പതിക്കുവോ അവന്റെ അസ്വസ്ഥ്യം എന്തായിരിക്കും, അവന്റെ ഭയം എന്തായിരിക്കും. അതാണ് ഒരു മുഅ്മിന് അവന്റെ പാപങ്ങളെ കുറിച്ചുള്ള മാനസികാവസ്ഥ അങ്ങനെയായിരിക്കും. നേരെ മറിച്ച് മുനാഫിഖാണെങ്കിൽ അവൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ അവന്റെ മൂക്കിന്റെ അടുത്ത് കൂടെ ഈശ പാറുമ്പോൾ ഇങ്ങോട്ട്, മറ്റൊരു സമയത്ത് വന്നിരിക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഒരു വിഷയം. ഇതാണ് ഒരു മുനാഫിഖായ മനുഷ്യനാണെങ്കിൽ അവന്റെ പാപങ്ങളെ കുറിച്ച് അവന്റെ മാനസികാവസ്ഥ ഇങ്ങനെയായിരിക്കും. അപ്പൊ ദുനിയാവിൽ വെച്ച് ഒരാള് അവൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് കുറ്റബോധവും പേടിയും മനസ്സിന്റെ കുത്തുമായിട്ട് അവന്റെ ഹൃദയം പൊട്ടി തകർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പരലോകത്ത് കാര്യങ്ങൾ വ്യക്തമായി കാണുമ്പോ അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോ അവന്റെ മനസ്സ് തകരും, അവൻ കരയും, അവന്റെ മനസ്സ് പൊട്ടി തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ വെച്ച്, ഈ ലോകത്ത് വെച്ച് തന്നെ ആ ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് ഉണ്ടാവും. അതവന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന് ഒരു അടയാളമായി അവനെ പ്രതീക്ഷിക്കാം. അതേപോലെ മനസ്സിലുണ്ടാകുന്ന വലിയ, മുമ്പ് പറഞ്ഞതിന്റെ അതിന്റെ പൂർത്തീകരണം തന്നെയാണ്. തെറ്റുകളെ കുറിച്ച് ഓർമ്മ വരുന്ന സമയത്തൊക്കെ എന്തെന്നില്ലാത്ത അള്ളാഹുവിനോട് ലജ്ജയും
ഒരു കുറ്റബോധവും അവൻ്റെ അടുത്ത് പറ്റിപ്പോയ ആ പാപത്തിനെ കുറിച്ചുള്ള വിമർശനവും, സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള അതിനോടുള്ള ആ വിമർശനവും, അതൊക്കെ ഒരാൾക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നത് താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അവൻ മുന്നേറുക എന്ന് പറയുന്നതൊക്കെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളുടെ ആയിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇതുപോലെ പല അടയാളങ്ങളുണ്ട്. അപ്പോ തൗബ എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് വളരെ മഹത്തായ ഇബാദത്താണ്. അടിമകളായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിലും ജീവിതത്തിന്റെ മധ്യത്തിലും ജീവിതത്തിന്റെ അവസാനം സദാസമയവും നമ്മൾ ആ പറയുന്ന മഹത്തായ ആ ഇബാദത്തുമായി മുന്നേറാൻ നമുക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയാത്തുകളിൽ കൂടെ പറഞ്ഞതുപോലെ അവന്റെ അടിമകളോട് വാഗ്ദാനം ചെയ്തതുപോലെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന അടിമകൾ എത്ര വലിയ തെറ്റുകളാണെങ്കിലും പാപങ്ങളാണെങ്കിലും ആ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് പറയുന്ന വാഗ്ദാനം ഉണ്ട് താൻ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സ് ദുഷിക്കുന്നതിനനുസരിച്ചാണ് അവനിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും വരുന്നത്. അവന്റെ ഹൃദയം അശുദ്ധമാകുമ്പോൾ, അത് ദുഷിക്കുമ്പോഴാണ്. മനുഷ്യ മനസ്സുകൾ അത് അശുദ്ധമാകാനും അത് ദുഷിക്കാനുമുള്ള വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നു, അതിൽപ്പെട്ട ഒന്നാമത്തത് കസറത്തുൽ ഖൽഖത്തി, ദുഷിച്ച ആളുകളുമായി കൂടുതലുള്ള സഹവാസം. ദുഷിച്ച ആളുകൾ ഏത് കോലത്തിലുള്ളവരാണെങ്കിലും, കൂട്ടുകാരൻ, കുടുംബം, വേറുള്ള സഹപാഠികളോ സഹപ്രവർത്തകർ, ഏത് രൂപത്തിലാണെങ്കിലും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷിച്ച ആളുകൾ ധാരാളം കാണും. അവര് നല്ല വഴിക്ക് ഒരാൾ പോവുകയാണെങ്കിൽ പല രൂപേണ അവനെ പറഞ്ഞ് ചിലപ്പോൾ പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, ചിലപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയിട്ട്, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആ നല്ല വഴിയിൽ നിന്ന് ആ വ്യക്തിയെ തടയുന്ന ഒരുപാട് കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുഷിച്ച ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് ഒഴിവാക്കാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ അതിലേറെ നല്ലത് അള്ളാഹു അവന് പകരമാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനമാണ്. ഈ കൂട്ടുകാരൻ പോയാൽ ഞാൻ ഒറ്റപ്പെടും, ഒരിക്കലും ഉണ്ടാകും. ഈ പറയുന്ന ആളുകൾ അവരെ കൂടെ ഞാൻ കൂടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടും, ഒരിക്കലും ഉണ്ടാകും. തുടക്കത്തിൽ ചില പ്രയാസങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷെ അനുഭവപ്പെട്ടാലും അള്ളാഹു സത്യം അന്വേഷിക്കുന്ന, ഈ ലോകത്തും പരലോകത്തും വിജയിച്ച് മുന്നേറി അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് മുന്നേറാൻ താല്പര്യമുള്ള അടിമയാണെങ്കിൽ അവന് പരിഹാര മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും, അവൻ രക്ഷപ്പെടാൻ. അപ്പൊ ദുഷിച്ച ആളുകളുമായുള്ള ആ കൂടിക്കലലുകൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതും തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും ധാരാളമായിട്ട് അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന് അൽ ഇസ്റാഫു ഫി ത്വആം. ശൈഖ് പറയുന്നത് ഭക്ഷണം അമിതമായി അത് ഉപയോഗിക്കുക. ഇന്ന് സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, മഹത്തായ മാസം അള്ളാഹു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തഖ്വയും ശുക്റും ഹിദായത്തും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകൾ പലരും ഇന്ന് ഈ മാസത്തിൽ ഭക്ഷണം വിഭിന്നമായ പല ഐറ്റം ഭക്ഷണങ്ങൾ, പല വെറൈറ്റികൾ അത് അമിതമായി കഴിച്ച് ശരീരത്തിനെയും മനസ്സിനെയും രോഗാതുരമാക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ ആ സാധനത്തിൽ ആളുകൾ അമിതമായിട്ട് ഉപയോഗപ്പെടുത്താതെ പാകത്തിന്, അത്യാവശ്യത്തിന്, കുലു വശ്റബു വലാ തുസ്രിഫ്, അമിതമാവാതെ പാകത്തിൽ, ശരീരത്തിൽ ആവശ്യമില്ലാതെ അമിതമായിട്ട് വിഭവങ്ങൾ നൽകിയാൽ മനുഷ്യന്റെ മനസ്സും ശരീരവും അത് ദുഷിക്കാനാണ് ഏറ്റവും സാധ്യതയും കൂടുതലും അങ്ങനെയാണ് ഉള്ളത്. മൂന്നാമത്തെ കസറത്തുൽ നൗം, ഉറക്ക് കൂടുതൽ, ആവശ്യത്തിലേറെ ഉറങ്ങും. റമദാന് അതും തന്നെ ആളുകൾ പലരും നിസ്കാരങ്ങൾ പോലും ചിലർ ഖളാ ആക്കിയിട്ടൊക്കെ ഉറക്ക് കൂടുതൽ, അത് മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരിൽ മാനസികമായ ബന്ധം അതുണ്ടാക്കുക. അള്ളാഹുവിലായിരിക്കണം മുഅ്മിനായ ഒരു മനുഷ്യന്റെ ബന്ധവും അവന്റെ തവക്കുലും അവന്റെ പ്രതീക്ഷയും അത് മുഴുവൻ അള്ളാഹുവിലായിരിക്കും. മനുഷ്യരുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ പോയാൽ അവരില്ലാതൊന്നും നടക്കൂല. അവർ എന്തെങ്കിലും ആയാലും പിന്നെ ഞാനുമില്ല എന്നുള്ള മാനസികമായ അവസ്ഥയിൽ ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സിന് നാം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകും. അപ്പോ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലോ വ്യക്തികളിലോ വസ്തുക്കളിലോ കൂടുതൽ ഒരാൾ അവന്റെ മാനസികമായ ബന്ധം അത് കൊണ്ടുപോയി വെച്ചാൽ അവന്റെ ഹൃദയത്തിന്
നാശങ്ങൾ, ഫസാദുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് തമന്നി എന്നാണ് ഷെയ്ഖ് പറയുന്നത്. തമന്നി, പല മോഹം, വാഗ്ദാനങ്ങൾ. കുറച്ച് കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, പിന്നീട് തൗബ ചെയ്യുക, എനിക്ക് ഒരുപാട് കാലുണ്ട്, ഇനി അവസരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്. ചില ആളുകളോട് പറയുന്ന സമയത്ത് അവരായത്ത് തെളിവോതി തരും നമുക്ക്. അള്ളാഹു ഗഫൂർ റഹീം, തെറ്റ് ചെയ്യരുത് നിങ്ങളെ വേഷത്തിൽ, നിങ്ങളുടെ രൂപത്തിൽ, നിങ്ങളെ ചെയ്യുന്നതിൽ. അപ്പൊ അള്ളാഹു ഗഫൂർ റഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂർ റഹീമാണ്. അതിന്റെ മുമ്പ് അള്ളാഹു ഷദീദുൽ ഇഖാബ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഷദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ടതാണ്. അപ്പൊ ഈ നിലക്ക് നമ്മുടെ ഹൃദയത്തിനെ പരമാവധി അതിനെ പവിത്രമായി ശുദ്ധിയുള്ളതാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും, അവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും നന്ദിയുമായി മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയും. മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് അക്രമവും അതിക്രമവും പരിധി വിട്ട് ചെയ്ത ആളുകളെ, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഇനി എനിക്കൊന്നും ദോഷങ്ങൾ പുറത്തു കിട്ടൂല, ഒരുപാടിൻ്റെ അടുത്ത് പറ്റി, ഞാൻ ഇനി നന്നാകൂല, എനിക്കൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അതിനുള്ള സാഹചര്യങ്ങളില്ല, ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, സകല പാപങ്ങളും ശരിയായ ഇഖ്ലാസോടെ സിദ്ഖോടുകൂടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന അടിമകളാണെങ്കിൽ അവരുടെ പാപങ്ങളെ അള്ളാഹു മുഴുവനും പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നവൻ, അവന്റെ അടിമകളോട് ധാരാളം അവൻ കരുണ നൽകുന്നവരുമാണ്. പണ്ഡിതന്മാർ പറയുന്നത്, തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പാപങ്ങളിലേക്കും പോയിട്ട് ഒരാൾക്ക് നിരാശയിലേക്ക് വരുന്ന സമയത്ത്, അവന്റെ മനസ്സ് നിരാശയിലേക്ക് വരും, ഇനി ഞാനൊന്നും നന്നായി കിട്ടൂല, എനിക്കൊന്നും അവസരമില്ല എന്ന നിരാശയിലേക്ക് പോകാൻ സമയത്ത് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഇതുപോലത്തെ വചനങ്ങൾ അവൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ഇത്ര വലിയ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ വാഗ്ദാനമുണ്ട്. ഒരാൾക്ക് തെറ്റുകളും കാര്യങ്ങളും ചെയ്യാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ ഇങ്ങനെ നൽകുന്ന സമയത്ത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് പോലത്തെ അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയെക്കുറിച്ചും നരകത്തിനെ കുറിച്ചും അള്ളാഹു താക്കീത് നൽകുന്ന താക്കീതുകളെ കുറിച്ച് അവന്റെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ തെറ്റിൽ നിന്ന് പിന്മാറാൻ അവന് പ്രേരണയാവും. ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള അതിയായ ഭയവും, മറുഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലുമുള്ള പ്രതീക്ഷയും, അൽ ഖൗഫ് വർ റജ, ഈ പറയുന്ന രണ്ട് അവസ്ഥ സന്തുലിതമാക്കിക്കൊണ്ട് അതിന്റെ ബാലൻസ് ക്ലിയർ ആക്കിക്കൊണ്ട് അടിമ ഈ ലോകത്ത് ജീവിച്ച് മുന്നേറുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആദമിന്റെ സന്താനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഉൻ, നമ്മളൊക്കെ പാപികളാണ്, ധാരാളം പാപങ്ങൾ നമ്മൾക്ക് വരുന്നതാണ്, സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മെ അപകടത്തിൽപ്പെടുത്തുന്നതാണ്. പക്ഷെ അള്ളാഹു അവന്റെ അടിമകൾക്ക് അവനിലേക്ക് തിരിച്ചു ചെല്ലാനും മടങ്ങിപ്പോകാനും പശ്ചാത്തപിക്കാനുമുള്ള ഇതുപോലത്തെ മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് അവൻ നമുക്കുള്ള രക്ഷപ്പെടാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അടിമകളായി അവനിലേക്ക് തിരിച്ചു ചെല്ലാൻ അവൻ ഒരുക്കി തന്ന ഈ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുത്തു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. രാത്രി സമയത്ത് അള്ളാഹു അവന്റെ കൈകളെ നീട്ടി പകൽ സമയത്ത് തെറ്റ് ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി. അതേപോലെ പകൽ സമയത്ത് അള്ളാഹു അവന്റെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കും, രാത്രി സമയത്ത് തെറ്റ് ചെയ്ത അടിമകൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ തൗബയുടെ കവാടം അത് തുറക്കപ്പെട്ടതാണ്, അത് വിശാലമാണ്. ഏത് ആളുകൾക്കും അള്ളാഹുവിലേക്ക് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് തിരിച്ചു ചെല്ലാനുള്ള സാഹചര്യമുള്ളതാണ്. അത് നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اجعلنا من التوابين واجعلنا من المتطهرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا.
ولإخواننا ولأزواجنا ولأولادنا ولسائر المؤمنين والمؤمنات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم اجعل هذا الشهر العظيم المبارك شاهدا لنا لا شاهدا علينا. اللهم اجعله حجة لنا لا حجة علينا. اللهم انفعنا بما علمتنا وزدنا علما وحلما وفهما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.